ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ആദ്യം ഞങ്ങൾ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറി തമ്പാനൂർ പോയി. തമ്പാനൂരിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസ്സിലാണ് അമ്പലപ്പുഴയ്ക്ക് പോയത്. ഏകദേശം 9:15 ട്രെയിൻ. കറക്റ്റ് സമയത്ത് തന്നെ എടുത്തു. എന്നിട്ട് ട്രെയിനിൽ നമ്മൾ അമ്പലപ്പുഴ ഏകദേശം 11:45 അമ്പലപ്പുഴ എത്തിയായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ട്രെയിനിൽ ഒരു ആൻറ്റി ഇങ്ങനെ മാലയും കീ ചെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എടുത്തതാണ് ഈ ഒരു വീഡിയോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 11:45 അമ്പലപ്പുഴ എത്തി. അപ്പുറത്തിറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ 50 രൂപ, 6 പേരുണ്ടായിരുന്നു, 50 രൂപ കൊടുത്ത് അമ്പലപ്പുഴ ഇറങ്ങി നടന്ന്. അന്ന് 9 ഉത്സവമായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയ സമയം ഏകദേശം ഊണ് സമയമായിരുന്നു. ഇപ്പോൾ എപ്പോഴും മുന്നേ വിചാരം എന്നാണല്ലോ. പിന്നെ നടയും അടച്ചേക്കുമായിരുന്നു. അപ്പം നമ്മളും അവിടെ കണ്ട ഒരു ക്യൂവിൽ കയറി നിന്നു. അപ്പോൾ നാടകശാല സദ്യ എന്ന് പറഞ്ഞ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അതിന് ശേഷമാണ് അടുത്ത ബാക്കിയുള്ളവർക്കുള്ള ഊണ് തുടങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ വഞ്ചിപ്പാട്ട്, പിന്നെ പപ്പടം, വലിയ പപ്പടം കൊടുക്കൽ, അങ്ങനെ കുറേ ചടങ്ങുകളിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് നമ്മളും പാത്രമൊക്കെ വാങ്ങി ചോറൊക്കെ കഴിച്ചു. എത്ര എന്ന് പറഞ്ഞാലും പ്രസാദമാണല്ലോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 3-3:30 ആ സമയമായി. പിന്നെ ശീവേലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ശീവേലിക്ക് ശേഷം ഏകദേശം 5 മണിക്കാണ് നട തുറന്നത്. അപ്പോൾ ശീവേലിയും കണ്ടു തൊഴുതു. പിന്നെ ഞങ്ങളുടെ ടീച്ചറിൻ്റെ ബുക്ക് റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് റിലീസിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അത് 3:30 ആ സമയത്താണ് തുടങ്ങിയത്. ശ്രീകുമാരൻ തമ്പി സാറും ഓമനക്കുട്ടി ടീച്ചറും കൂടിയായിരുന്നു ബുക്ക് റിലീസ് നടത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉത്സവ സമയമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അങ്ങനെ ബുക്ക് റിലീസ് ഒക്കെ കണ്ടു. പിന്നെ 3 ആനയെ കണ്ടു. 3 ആനയുണ്ടായിരുന്നു അമ്പലത്തിൽ. ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആനയുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഇറങ്ങാൻ നേരമാണ് കണ്ടത്. അങ്ങനെ പ്രോഗ്രാം ഏകദേശം തുടങ്ങി. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നല്ലൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡിവൈനായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് ശ്രീകൃഷ്ണ പഞ്ചരത്നം എന്ന് പറഞ്ഞിട്ട് ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു പഞ്ചരത്ന കൃതിയാണ് എൻ്റെ ടീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബുക്കിൻ്റെ റിലീസാണ്. മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ അവതരണവും ഉണ്ടായിരുന്നു. ഡോക്ടർ KR ശ്യാമയും രഞ്ജിനി വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള 2 പ്രഗത്ഭരായ സംഗീതജ്ഞരാണ് അതിൻ്റെ ഇത് നടന്നത്. പിന്നെ ഞങ്ങൾ 6 മണിക്കായിരുന്നു ട്രെയിന്. അതുകൊണ്ട് നമ്മൾ 5:45 ആയപ്പോഴത്തേക്കും ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു.